ഹലോ ഗായ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ കുറച്ച് പേഴ്സണലായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഉടനെ വരുന്നുണ്ടെന്ന്. പക്ഷെ ഇത്ര പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ അതിനൊരു റീസൺ ഉണ്ട് ഗൈസ്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ്. ഞാൻ ഒത്തിരി ഫ്രീ ടൈം ഉണ്ട്. ആരും ഇല്ല ഇപ്പം ഇവിടെ. അച്ഛനും ജോലിക്ക് പോയി, എതുവും കൊച്ചിയിലാണ്, ചേട്ടന്മാരും ഇല്ല. അപ്പം ഞാൻ ഭയങ്കര ഫ്രീ ടൈമാണ്. അപ്പോൾ ചിലപ്പോൾ ഇനി മൂവിങ് ഫോർവേഡ് ഇതുപോലെ ഫ്രീ ടൈം ഒന്നും നമുക്ക് കിട്ടണം എന്നില്ലല്ലോ. അപ്പോൾ കിട്ടുന്ന സമയത്ത് യൂട്യൂബിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ എൻ്റെ ഇന്നത്തെ വീഡിയോ വാട്ട്സ് ഇൻ മൈ ബാഗാണ്. അപ്പോൾ സത്യമായിട്ട് ഞാൻ ഈ വീഡിയോ ഇതുവരെയും ഷൂട്ട് ചെയ്യാതിരുന്നത് ഒട്ടും ഫാൻസി അല്ലാത്ത ഒരു വാട്ട്സ് ഇൻ മൈ ബാഗാണ് എൻ്റെ. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം എന്നതുകൊണ്ട് ഒട്ടും ഫേക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഭയങ്കര ജെന്യൂൻ ആയിട്ട് സീരിയസ് ആയിട്ട് എൻ്റെ ബാഗിൽ എന്തൊക്കെയാണെന്നാണ് കാണിക്കുന്നത്. അപ്പം ഈ ബാഗിന് ആക്ച്വലി ഒരു കഥയുണ്ട്. ഈ ബാഗ് എൻ്റെ അപ്പച്ചി എനിക്ക് തന്ന ഒരു ബാഗാണിത്. അത്യാവശ്യം പഴയ ബാഗായിട്ടുണ്ട്. ഇത് നല്ല ഒരു കാണാനൊന്നും വലിയ ലുക്കും കാര്യങ്ങളും ഒന്നുമില്ല. ഭയങ്കര ഒരു പഴഞ്ചൻ ലുക്കായിട്ടുണ്ട്. ഗൈസ് കണ്ടോ, ഇവിടെയൊക്കെ എന്തൊക്കെയോ പറ്റി. പക്ഷെ സ്റ്റിൽ എനിക്കെന്ന് പറഞ്ഞാൽ പേഴ്സണലി എന്ത് സാധനങ്ങളാണെന്നുണ്ടെങ്കിലും അതിനോടൊരു അറ്റാച്ച്മെന്റ് വന്നു കഴിഞ്ഞാൽ അതങ്ങനെ മാറ്റുന്ന ഒരു സ്വഭാവം എനിക്കില്ല. കാരണം എനിക്ക് ഒരു സാധനം തന്നെ എനിക്ക് ഭയങ്കര കംഫർട്ട് ആയി കഴിഞ്ഞാൽ ഞാൻ അത് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് അങ്ങനെ ഒരു ഏത് കാര്യത്തിലും അങ്ങനെ ഒരു ചേഞ്ച് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. എന്ത് ചേഞ്ച് ആണെങ്കിലും അതിലോട്ട് അഡാപ്റ്റ് ആവാൻ ഭയങ്കര സമയമെടുക്കും. ഞാൻ ഇങ്ങനെ ഭയങ്കര ഒബ്സസ്ഡ് ആണ് ഇങ്ങനെ റുട്ടീൻസിലും കാര്യങ്ങളിലൊക്കെ, ഇങ്ങനെ കൺസിസ്റ്റൻസി, റുട്ടീൻസ്. അപ്പം അത് എൻ്റെ ഒരു ഇതാണ്. പക്ഷെ സ്റ്റിൽ ഞാൻ ഒട്ടും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വലിയ ബാഗിൽ ഒത്തിരി സാധനങ്ങൾ ക്യാരി ചെയ്ത് ഭയങ്കര ഫാൻസി ആയിട്ടൊന്നും കൊണ്ടു നടക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. ഓക്കെ, എനിവൈസ് അപ്പം ഇതാണ് ഗൈസ് ഈ ഒരു വളരെ സിമ്പിൾ ആൻഡ് ഓൾഡ് ആയിട്ടുള്ള ഈ ഒരു സാധനമാണ് ഞാൻ കൂടുതലും പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോകുമ്പോൾ എടുത്തിട്ടുകൊണ്ട് പോകുന്നത്. എനിക്ക് അങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ ക്യാരി ചെയ്ത് ഭയങ്കര വെയിറ്റ് ഒക്കെ പിടിച്ചുകൊണ്ട് നടക്കാനൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു കുട ഇരുന്ന പോലും എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. ഞാൻ ഒന്നെങ്കിൽ അത് എവിടെയെങ്കിലും വെച്ച് മറക്കും. സോ അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബാഗിൽ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ ഇപ്പം നമ്മളിപ്പോൾ വലിയൊരു 2-3 ഡേയ്സ് ഒക്കെ ഉള്ള വലിയ ട്രിപ്പൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മൾ കൂടുതൽ സാധനങ്ങൾ കൊണ്ടുപോകുമല്ലോ. പക്ഷെ ഇത് എൻ്റെ ഒരു ഡെയിലി ലൈഫിൽ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതിനകത്തുള്ള. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഞാനത് ഇവിടെ വെച്ച് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്തായാലും ഫോണായിരിക്കും ആദ്യത്തെ സാധനം. അപ്പം ഞാനിപ്പോൾ ഈ ഫോൺ ഇത് കാണിക്കുന്നത് ഇതെൻ്റെ പഴയ ഒപ്പോ ഫോണാണ്. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐഫോണിലാണ്. അപ്പം ഫോൺ എന്തായാലും ഈ ബാഗിൽ ഏറ്റവും ലാസ്റ്റായിട്ട് എടുത്തിടുന്നത് ഈ ഫോണായിരിക്കും. അപ്പം ഫോണാണ് നമ്പർ 1. പിന്നെ ഞാനങ്ങനെ ഓർഡറിലൊന്നും കാണിക്കുന്നില്ല. ഓക്കെ, പിന്നെ ഹെഡ്സെറ്റാണ്. ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലിരുന്നാണ് ഗൈസ് ഷൂട്ട് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ പോകുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. അതെൻ്റെ തെറ്റല്ലല്ലോ. ആൻഡ് ആൾസോ താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോ ഒരു 2 ദിവസം കൊണ്ട് തന്നെ ഒരു 200 ആൾക്കാർ കണ്ടു. സാധാരണ ചില വീഡിയോ 1 വീക്ക് 2 വീക്ക് ഒക്കെ ആകുമ്പോഴായിരിക്കും കുറച്ച് വ്യൂസ് ഒക്കെ വരുന്നത്. അപ്പോൾ എനിവേസ് കുറച്ച് പേര് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ താങ്ക് യു. അപ്പം ഹെഡ്സെറ്റാണ്. ഹെഡ്സെറ്റ് എന്തായാലും ഞാൻ എടുക്കും. ഇതിലെ കുരുക്ക് പോലെയാണ് ഗൈസ് എൻ്റെ ജീവിതത്തിലെ ആ ഒരു ക്ഷമ. ഓക്കെ, ഫൈൻ. പിന്നെ എൻ്റെ കയ്യിൽ ഇതിലൊരു 2-3 ഉറയുണ്ട്. ഓക്കെ, ഇനി ഞാൻ ബാഗിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ കാണിക്കാം. അത് ശരിക്കും സത്യം പറഞ്ഞാൽ ഈ മെഡിസിൻസ് ആണ്. മെഡിസിൻസ് എന്ന് പറയുമ്പോൾ കുറേ മെഡിസിൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇത് ശരിക്കും ഞാൻ മോഷൻ സിക്നസ് ഉള്ള ഒരാളാണ്. അപ്പം വോമിറ്റിങ്ങിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് അവോമിൻ ടാബ്ലറ്റ്സ് എപ്പോഴും കുറേ ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് പലരായിട്ട് മേടിച്ച് തന്നേക്കുന്ന അവോമിൻ ടാബ്ലറ്റ്സ് ആണ്. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവോമിനുണ്ട്, അതുപോലെ തന്നെ മറ്റേ തലവേദനയുടെ ടാബ്ലറ്റ് ഉണ്ട്. സോ അങ്ങനെ ടാബ്ലറ്റ്സ് ഇത് മസ്റ്റായിട്ട് ഞാൻ എൻ്റെ ബാഗിൽ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ്. സോ അത്. പിന്നെ ഇത് ആക്ച്വലി വായു ഗുളികയാണ്. അപ്പം എനിക്കങ്ങനെ ഒരു എന്താ പറയുക, നമ്മുടെ സ്റ്റൊമക്ക് ഏരിയയിൽ ഒരു ഡിസ്കംഫേർട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കുമ്പോഴോ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഗ്യാസ് ട്രബിളിൻ്റെ ഒക്കെ ഇഷ്യൂസ് ചിലപ്പം വരുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഈ ഒരു വായു ഗുളിക ഉണ്ടല്ലോ, അയമോദകം, സോ ഇതും ഞാൻ ബാഗിലിട്ടേക്കും. സോ ഇതും ഈ ബാഗിൽ തന്നെ കിടക്കുന്ന സാധനങ്ങളാണ്. അതുപോലെ തന്നെ ഇതൊരു ഐ ഡ്രോപ്സ് ആണ് കേട്ടോ.
ഈ ഐ ഡ്രോപ്സും ഈ ബാഗിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഇത് ശരിക്കും എനിക്ക് കണ്ണ് കുറച്ച് ഡ്രൈ ഐസ് ആണ്, അപ്പം കണ്ണിൽ പെട്ടെന്ന് ഇറിറ്റേഷൻസ് വരും. അതുപോലെ തന്നെ നമ്മൾ 2 വീലറൊക്കെ ഓടിക്കുമ്പോഴാണെങ്കിലും കണ്ണിൽ പെട്ടെന്ന് പൊടിയൊക്കെ കയറും. കണ്ണ് ഭയങ്കരമായിട്ട് എനിക്ക് ചെറിയ എന്തെങ്കിലും മതി, കണ്ണിൽ പെട്ടെന്ന് പ്രശ്നം വരും. അപ്പോൾ ഇതൊരു കംഫോർട്ട് ഐ ഡ്രോപ്സ് ആണ്. ഇത് ഞാൻ ഈ ബാഗിൽ തന്നെ ഇട്ടേക്കും. ഓക്കെ, പിന്നെ എൻ്റെ ഒരു ATM കാർഡുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ ഈ ഒരു ഒറയിൽ കുറേ, ഇതും ടാബ്ലറ്റ് ആണ് കേട്ടോ, നേരത്തെ ഒരു ടാബ്ലറ്റ് ആണ്. ഓക്കെ, പിന്നെ ഇതിൽ കുറേ ചില്ലറ പൈസ കിടപ്പുണ്ട്. അപ്പം എന്തിൻ്റെയെങ്കിലുമൊക്കെ ബാലൻസ് നമുക്ക് തരുമല്ലോ. അപ്പോൾ ആ ബാലൻസ് ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് കുറേ ഉണ്ട്. ഇത് കണ്ടോ, പിന്നെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇടാമല്ലോ, സോ അതുണ്ട്. പിന്നെ ആ ഒരു ഉറയിൽ ഒരു ഭഗവാന്റെ ഒരു ഫോട്ടോ ഉണ്ട് ഗൈസ്, ഒരു മഹാവിഷ്ണുവിൻ്റെയും ദേവിയുടെയും ഒരു ഫോട്ടോ ഉണ്ട്. സോ ഇതും ഇതിൽ കുറേ നാളായിട്ട് കിടക്കുന്നതാണ്. പിന്നെ ഇതെൻ്റെ പഴയ തുരുമ്പ് പിടിച്ച് എന്തൊക്കെയോ 2 സ്ലൈഡ് കിട്ടിയിട്ടുണ്ട്, ഞാൻ ഉപയോഗിക്കാറ് പോലും ഇല്ല. ഓക്കെ, പിന്നെ എൻ്റെ ബാഗിൽ ടിഷ്യൂ ഉണ്ട് ഗൈസ്. ഒരു 1-2 ടിഷ്യൂ ഞാൻ എപ്പോഴും ഇട്ടേക്കും. കാരണം അതും ഈ പറഞ്ഞ പോലെ എപ്പോഴും ഭയങ്കര ആവശ്യമാണ്. നമ്മളെ ഫേസൊക്കെ അങ്ങനെ ഒന്ന് തുടയ്ക്കാനോ എന്തെങ്കിലുമൊക്കെ പർപ്പസിന്, പിന്നെ മൂക്കിൽ കൂടെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഒന്ന് ഒപ്പാനോ ഒക്കെ. അപ്പോൾ ടിഷ്യൂ എപ്പോഴും ഞാൻ മാറ്റി ഒരു 1-2 ടിഷ്യൂ എങ്കിലും എപ്പോഴും ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ടിഷ്യൂ ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഇത് സത്യം പറഞ്ഞാൽ ഇത് വല്ലതായിട്ട് കാണിക്കാനൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. കാരണം ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു വാട്ട്സ് ഇൻ മൈ ബാഗാണ്. പക്ഷേ സത്യമായിട്ട് ഇതെൻ്റെ ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാഗിൽ അങ്ങനെ ഒന്നും വലുതായിട്ട് എടുത്ത് ഇട്ടിട്ടില്ല. ഇതിലെപ്പോഴും ഇങ്ങനെ ഇട്ടേക്കുന്ന സാധനങ്ങളാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗൈസ്, പിന്നെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇത്, ഒരു ടൈഗർ ബാം. കാരണം ഓരോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടൈഗർ ബാം ഇതുപോലെ എനിക്ക് ഈ മോഷൻ സിക്നസ് ഉള്ളതുകൊണ്ടും എനിക്ക് ശരിക്കും ഈ വാഹനങ്ങളുടെ സ്മെല്ലുണ്ടല്ലോ, ഈ വണ്ടികളുടെ സ്മെല്ല് അത്ര ഇഷ്ടമുള്ള ഒരാളല്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തലവേദന എടുക്കും. ഇപ്പോൾ കാറിനകത്തൊരു സ്മെല്ലാണെങ്കിലും ഒക്കെ എനിക്ക് ഇറിറ്റേറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും കാറിനകത്ത് കയറി കഴിഞ്ഞാൽ എന്നെ അറിയാവുന്നവർക്ക് അറിയാം, ഞാൻ ഈ ടിഷ്യൂ പേപ്പർ കണ്ടിട്ട് ഇങ്ങനെ മൂക്ക് തപ്പി പിടിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഈ ടൈഗർ ബാം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് സ്മെല്ല് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ടൈഗർ ബാം ചില സമയത്തെങ്ങാനും ബാഗിൽ മിസ്സായി കഴിഞ്ഞാൽ എനിക്ക് പ്രാന്ത് പിടിക്കും. കാരണം ഇത് രണ്ടും ഭയങ്കരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ ഒരു പേനയുണ്ട് ഗൈസ്. ഇതൊരു നല്ല പേനയാണ്. അതും ഇതിനകത്ത് ഇങ്ങനെ കിടക്കുന്നതാണ്, വലുതായിട്ട് യൂസ് ഒന്നും വന്നിട്ടില്ല. കാരണം ഇപ്പം നമുക്ക് ഫോണൊക്കെ ഉള്ളതുകൊണ്ട് പെന്നിൻ്റെ യൂസ് അങ്ങനെ വരാറില്ല. പിന്നെ എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷനിൽ വേണ്ടി വന്നാൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും എടുത്ത് ഇട്ടതാണ്, അത് ഇതിൽ തന്നെ കിടപ്പുണ്ട്. സോ പിന്നെ ഗൈസ്, പിന്നെ ഞാൻ ഇതിലൊരു ചീപ്പ് ഇട്ടിട്ടുണ്ട് ഗൈസ്. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ മുടിയൊക്കെ ഒന്ന് കാറ്റൊക്കെ അടിച്ചൊന്ന് വല്ലാണ്ടൊക്കെ ആവുമല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചീകിയിടാൻ ചീപ്പ് ഈസ് എ മസ്റ്റ്. അപ്പം കാരണം ഞാൻ പ്രത്യേകം മേക്കപ്പ് പൗച്ചൊന്നും യൂസ് ചെയ്യുന്ന ആളല്ല. അത് ഇതുപോലെ നമ്മൾ എവിടെയെങ്കിലും അങ്ങനത്തെ ട്രിപ്പൊക്കെ പോകുമ്പോഴൊക്കെ അങ്ങനെ എല്ലാം എടുത്ത് വെക്കാറുള്ളൂ. ഓക്കെ, അല്ലാതെ ഇപ്പോൾ ഇതൊക്കെ തന്നെയാണുള്ളത്. പിന്നെ എൻ്റെ കയ്യിലൊരു മിനി പെർഫ്യൂം ഉണ്ട്. ഞാൻ സത്യത്തിൽ അങ്ങനെ പെർഫ്യൂം പേഴ്സൺ അല്ല. എനിക്ക് അങ്ങനെ പെർഫ്യൂം ഭയങ്കരമായിട്ട് അടിക്കുന്ന ഒരാളല്ല. കാരണം ഒത്തിരി ആൾക്കാർ ഭയങ്കര പെർഫ്യൂം അഡിക്റ്റഡ് ആണല്ലോ. പക്ഷെ എനിക്ക് പെർഫ്യൂം ഭയങ്കര മൈൽഡായിട്ടുള്ള സ്മെല്ലുള്ള പെർഫ്യൂംസ് ഒക്കെയാണ് ഇഷ്ടം. ഇപ്പം എനിക്കൊരു ബാത്ത് ബോഡി വർക്സിൻ്റെ ഒരു നല്ല സ്ട്രോബെറി ഫ്ലേവറിൻ്റെ ഒരു പെർഫ്യൂം എനിക്ക് എൻ്റെ കസിൻ ചേച്ചി ഗിഫ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് അത്യാവശ്യം ഇച്ചിരി വലിയ സൈസാണ്. അപ്പോൾ ഇത് എന്തോ ഒരു കുട്ടിക്കൂറയുടെ ഒരു പെർഫ്യൂമാണ്. അപ്പം നമ്മുടെ പഴയ കുട്ടിക്കൂറ പൗഡറിൻ്റെയും സോപ്പിൻ്റെയൊക്കെ ഒരു സെയിം ഒരു മണമാണ്, ഒരു മൈൽഡ് സ്മെല്ലാണ്. അപ്പോൾ ഇത് ചെറുതായതുകൊണ്ട് കുറച്ച് തേച്ചാൽ തന്നെ നമുക്ക് നല്ല സ്മെല്ല് കിട്ടുമല്ലോ. അപ്പം ഇതും ഇതിനകത്ത് കിടപ്പുണ്ട്. ഓക്കെ, പിന്നെ ഗൈസ് ഒരു മോയ്സ്ചറൈസർ, ഒരു പോൺസിൻ്റെ മോയ്സ്ചറൈസർ ഉണ്ട്. ഇത് ഞാൻ ശരിക്കും ഫാൻസി ആയിട്ട് പറയല്ല. മോയ്സ്ചറൈസർ ഇതാകുമ്പോൾ ചെറിയൊരു ടിന്നാണ്. ഇത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് എടുത്തിട്ട് നമ്മുടെ ഒരു സ്മെല്ല്, പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻറ്റ് സ്മെല്ല് കിട്ടാനും ഒന്ന് മോയ്സ്ചറൈസൊക്കെ ആവാനും ഇങ്ങനെ കയ്യിലും കഴുത്തിലും ഒക്കെ തേക്കുന്നത് ഇഷ്ടമാണ്. അപ്പം ഇതും ഞാൻ എപ്പോഴും ഈ ബാഗിൽ ഇട്ടേക്കും. ഇത് തീരുമ്പോൾ ഞാൻ റീസ്റ്റോക്ക് ചെയ്യും. കാരണം പോൺസിന് അത്ര വില കൂടിയ മോയ്സ്ചറൈസർ അല്ല, ഭയങ്കര അഫോർഡബിളും ആണ്, പക്ഷെ നല്ലതുമാണ്. ഓക്കെ, അപ്പോൾ അതുണ്ട്. പിന്നെ ഗൈസ്, എൻ്റെ കയ്യിൽ ഇതേ ആധാർ കാർഡുണ്ട്. എൻ്റെ ഒരു ആധാർ കാർഡും പിന്നെ ഇതെൻ്റെ ഡ്രൈവിംഗ് ലൈസൻസും ആണ്. ഇതുപോലെ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് പെട്ടെന്ന് എപ്പോഴും ഇതിട്ടേക്കുന്നത് നല്ലതാണ്. കാരണം ഈ ബാഗ് കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരാവശ്യത്തിന് നമുക്ക് നമ്മുടെ ID പ്രൂഫ് എന്നുള്ള രീതിയിൽ. സോ അത് രണ്ടും വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ്, ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ
ബാധ്യതകളുടെ ലിസ്റ്റും റെസിപ്റ്റുകളും ഒക്കെയാണ്. അത് ഞാൻ ഇവിടെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളതെല്ലാം മേക്കപ്പ് ഐറ്റംസ് ആണ് ഗൈസ്. ഏതൊരു പെൺകുട്ടികളുടെ കയ്യിലും അവരുടെ കയ്യിൽ ഉണ്ടാകാവുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. ഏറ്റവും മാൻഡേറ്ററി ആയിട്ട് ഉണ്ടായിരിക്കുന്ന സാധനമാണ് ലിപ്സ്റ്റിക്. അത് ഞാനൊരു 1-2 ഷെയ്ഡിനകത്ത് കാണും. ഓക്കെ, അപ്പോൾ ലിപ്സ്റ്റിക് ഉണ്ട്. പിന്നെ ലിപ് ബാം ഉണ്ട് ഗൈസ്. ഈ ലിപ് ബാമും മസ്റ്റായിട്ടും എൻ്റെ കയ്യിലുള്ള ഒരു സാധനമാണ്. ഓക്കെ, പിന്നെ ഇങ്ങനത്തെ ഒരു ഡൂങ്കയുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ പെൺകുട്ടികളുടെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെയാണ്. ഇതിങ്ങനെ ചിലപ്പം ഇത് വേറെ ഏതെങ്കിലുമൊക്കെ മാറ്റി ഞാൻ ഇടും. പിന്നെ ഇങ്ങനെ ഒരു ക്ലിപ്പുണ്ട് ഗൈസ്. അതും ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ ഒരു ക്ലിപ്പ് എപ്പോഴും കാണും. പിന്നെ ഇതുപോലെ ഒരു പെയർ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ടുള്ള എന്തെങ്കിലും ജിംകീസോ എന്തെങ്കിലും 1-2 ജോഡി കമ്മൽ കാണും. ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ വേറെയും എന്തെങ്കിലും കാണും. ഓക്കെ ഗൈസ്, ഇത് കണ്ടോ, 1-2 പെയർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും എപ്പോഴും ഇട്ടേക്കും. കാരണം ഞാൻ അങ്ങനെ എനിക്ക് ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ചെയ്യാൻ വേണ്ടി മാത്രം ഓർണമെന്റ്സ് ഒക്കെ ഇടുന്ന ആളാണ് ഞാൻ. അപ്പം പെട്ടെന്ന് ഒരാവശ്യം വന്നാൽ എടുത്ത് പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഈ കമ്മലൊക്കെ കിടക്കുമ്പോൾ ഹെൽമെറ്റും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇത് ഊരി ബാഗിലേക്ക് ഇട്ടേക്കും, പിന്നെ എടുത്ത് തൂക്കിയിടും. സോ അങ്ങനെ കാണുന്നൊരു സാധനമാണ്. തീരാറായി ഗൈസ്, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഒരു ജോഡി പൊട്ടുണ്ട് ഗൈസ്. കാരണം എപ്പോഴും എൻ്റെ നെറ്റിൽ നിന്ന് പൊട്ട് ഇങ്ങനെ ചിലപ്പം ഇളകിപ്പോവും. എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ പൊട്ടങ്ങ് മിസ്സാവും. അപ്പോൾ ഒരു പൊട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഓവറോൾ നമ്മളൊന്ന് ഒരുങ്ങിയിരിക്കുന്ന ഒരു ലുക്കായിരിക്കുമല്ലോ. അപ്പം ഒരു പൊട്ട് ഞാൻ എപ്പോഴും ബാഗിലിട്ടേക്കും. അതിങ്ങനെ മിസ്സാവാൻ തുടങ്ങിയതിന് ശേഷമാണ് പൊട്ടൊക്കെ ഇങ്ങനെ എടുത്ത് ഇടാൻ തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഒരു ബ്ലഷാണ്. അപ്പം ബ്ലഷ് എനിക്ക് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തതിന് ശേഷം ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം പെട്ടെന്ന് നമുക്ക് എടുത്തിട്ട് എവിടെ നിൽക്കുകയാണെങ്കിലും നമുക്കിത് ഇങ്ങനെ എടുത്തിട്ട് കൈകൊണ്ട് തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു ഫ്രഷ് ആൻഡ് ഒരു നമ്മൾ നല്ല ഒരുങ്ങിയിരിക്കുന്ന ഒരു ലുക്ക് കിട്ടും നമുക്ക്. കണ്ടോ അപ്പം വലിയ പാടുമില്ലല്ലോ, ചെറിയ ഒരു സാധനമാണ്. അപ്പം ഞാൻ ബ്ലഷ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് എടുത്തിടാറുണ്ട്. പിന്നെ അതെ, സേഫ്റ്റി പിൻ. കാരണം നമ്മൾ പലപ്പോഴും തപ്പി നടക്കുമല്ലോ സേഫ്റ്റി പിൻ. ബാഗിൽ എപ്പോഴും ഒരു ജോഡി സേഫ്റ്റി പിന്നെങ്കിലും കിട്ടും. അപ്പോൾ സേഫ്റ്റി പിൻ. അപ്പോൾ സോ യെസ്, ഓക്കെ ഗൈസ്, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഇതും എൻ്റെ എന്തൊക്കെയോ റെസിപ്റ്റുകളും എൻ്റെ ബാധ്യതകളുടെ ലിസ്റ്റുകളൊക്കെ തന്നെയാണ്. ഓക്കെ ഫൈൻ. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ ബാഗിലുള്ളത്. ഇപ്പം ഞാൻ ഈ കാണിച്ചതാണ്, ഈ ബാഗിൽ ഇത്രയും സാധനങ്ങളാണുള്ളത്. കണ്ടോ, ഇത് മാത്രം ചില്ലറയാണ് ഈ കുലുങ്ങുന്നത്. അപ്പോൾ ഇതാണ് വാട്ട്സ് ഇൻ മൈ ബാഗ്. കാരണം എനിക്ക് ഇതിപ്പം നിങ്ങളെ ജെന്യുവനായിട്ട് കാണിക്കാൻ പറ്റും. കാരണം ഞാൻ കുറേ വർഷം കഴിഞ്ഞാൽ പോലും ഇതിൽ നിന്ന് വലിയൊരു മാറ്റം എനിക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ഇത്രയും സാധനങ്ങൾ എപ്പോഴും ബാഗിൽ കാണും. പിന്നെ ഇതിൻ്റെ കൂടെ മൂവിങ് ഫോർവേഡ് എനിക്ക് എന്തെങ്കിലും ആവശ്യം കൂടിക്കഴിഞ്ഞാൽ വലിയ ബാഗൊക്കെ ക്യാരി ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇടിച്ച് കയറ്റി വെക്കുമെന്നല്ലാണ്ട് നോർമലി നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗ്. അപ്പോൾ വൺസ് അഗെയിൻ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞാൻ ഇനിയും അടുത്ത യൂട്യൂബിൽ ഇതുപോലെ ഞാനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ക്യൂട്ട് വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ, സീ യു.